നിങ്ങളുടെ വികാരങ്ങളെല്ലാം പാർട്ടി മനസ്സിലാക്കുന്നു. സഖാവ് VS-ന്റെ ഭൗതിക ശരീരം നാളെ രാവിലെ തന്നെ സെക്രട്ടേറിയറ്റിനകത്തെ ദർബാർ ഹാളിൽ എത്തിക്കുന്നതാണ്. ഇന്ന് ആരെങ്കിലും AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഭൗതിക ശരീരം കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ദർബാർ ഹാളിൽ VS-ന്റെ ഭൗതിക ശരീരം അവസാനമായി ഒരു നോക്ക് കാണാൻ സൗകര്യമൊരുക്കുന്നുണ്ട്. 2 മണിക്ക് മാത്രമേ ദർബാർ ഹാളിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ ക്രമീകരണവുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീട്ടിന്റെ അകത്തേക്ക് പരിമിതമായ സൗകര്യം മാത്രമുള്ളതിനാൽ നിങ്ങളെയെല്ലാം അകത്തേക്ക് കയറ്റാൻ കഴിയാത്തതിന് അങ്ങേയറ്റം വ്യസനിക്കും. എല്ലാവരും ഈ ക്രമീകരണവും ഈ നിർദ്ദേശവും അംഗീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു, വീട്ടിൽ VS-ന്റെ ഭൗതിക ശരീരം എത്തിച്ചേർന്നിട്ടുണ്ട്. അത് ബന്ധുക്കൾക്ക് കാണാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. മറ്റുള്ളവർക്ക് വീട്ടിന്റെ അകത്ത് പരിമിതമാണ് സൗകര്യം എന്നതുകൊണ്ട് അവിടെ പ്രവേശനം അനുവദിക്കാൻ നിർവാഹമില്ല എന്നത് വളരെയേറെ വ്യസനത്തോടെ നിങ്ങളെ അറിയിക്കുന്നു. എല്ലാവർക്കും നാളെ രാവിലെ മുതൽ സെക്രട്ടേറിയറ്റിനകത്തെ ദർബാർ ഹാളിൽ ഉച്ചയ്ക്ക് 2 മണി വരെ പൊതുദർശനത്തിന് വെച്ചതിനാൽ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ ഭൗതിക ശരീരം കാണാൻ വേണ്ടി കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നാളെ ദർബാർ ഹാളിൽ വരാവുന്നതാണ്. ഈ ക്രമീകരണവും നിർദ്ദേശവും എല്ലാവരും പാലിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇനി എല്ലാവർക്കും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാവുന്നതാണ്. അവിടെ ആളുകളോട് അഭ്യർത്ഥന വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ വീട്ടിൽ പരിമിതമായ സൗകര്യം മാത്രമേ ഉള്ളൂ. പൊതുജനങ്ങൾക്ക് അവിടെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാകില്ല, അത് അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോകണം. നാളെ രാവിലെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. അവിടെ ഇന്നിപ്പോൾ കാണാൻ കഴിയാത്തവരെല്ലാം നാളെ അവിടെ എത്തണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ആളുകൾ മടങ്ങുകയാണ്. കേരളത്തിന്റെ എക്കാലത്തെയും ശുഭിത യൗവനം, തലനരയ്ക്കാത്ത പോരാട്ട വീര്യം, 8 പതിറ്റാണ്ട് നീണ്ട VS-ന്റെ സമര ജീവിതത്തിന് ഇവിടെ തിരശ്ശീല വീഴുകയാണ്. AKG പഠന ഗവേഷണ കേന്ദ്രത്തിലെ പൊതുദർശനം അവസാനിപ്പിച്ച ശേഷം ഇപ്പോൾ VS-ന്റെ മൃതദേഹം വേലിക്കകത്ത് വീട്ടിലെത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ അടുത്ത ബന്ധുക്കൾക്കും ഒക്കെ കാണാനുള്ള അവസരം മാത്രമേ ഉള്ളൂ, അതിനുള്ള സൗകര്യം മാത്രമേ ഉള്ളൂ. മറ്റ് പരിമിതമായ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് ആളുകൾ അവിടെ നിന്ന് പോകണം. നാളെ ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും, അവിടെ എത്തിച്ചേരണം എന്ന നിർദ്ദേശം പാർട്ടി നേതൃത്വത്തിൽ നിന്ന് വന്നു കഴിഞ്ഞിരിക്കുകയാണ്. മുദ്രാവാക്യം വിളികളോടെ അവിടെ നിന്ന് ആളുകൾ മടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, മൃതദേഹം ഇപ്പോൾ ആ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ അടുത്ത ബന്ധുക്കൾക്കൊക്കെ കാണാനുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള ഒരു സൗകര്യം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പാർട്ടി നേതൃത്വത്തിൽ നിന്നുള്ള നിർദ്ദേശം വന്നിരിക്കുന്ന ആളുകളോട് പിരിഞ്ഞു പോകണമെന്ന്. ഇതോടുകൂടി ഇപ്പോൾ ആളുകൾ അവിടെ നിന്ന് പതിയെ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണോ ഇപ്പോൾ? VS-ന്റെ മൃതദേഹം 12 മണിയോടുകൂടെയാണ് തിരുവനന്തപുരം ബാസിലിലെ വേലിക്കകത്ത് വീട്ടിലെത്തിച്ചത്. അപ്പോൾ തന്നെ 100 കണക്കിന് പ്രവർത്തകരായിരുന്നു ആ മൃതദേഹത്തെ അനുഗമിച്ചുകൊണ്ട് എത്തിയത്. അത് ഒരുപക്ഷെ നിയന്ത്രിക്കുന്നതിന് അതീതമായതോടുകൂടെയാണ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി തന്നെ ഒരു അറിയിപ്പ് വന്നത്. AKG സെന്ററിൽ എത്തി, AKG പഠന ഗവേഷണ കേന്ദ്രത്തിലെത്തി കാണാൻ കഴിയാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നാളെ രാവിലെ 8 മണിക്ക് ശേഷം ദർബാർ ഹാളിൽ എത്തി കാണുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണം വരുത്തിയിട്ടുണ്ട്.
അപ്പോൾ അത് എല്ലാവരും, അതായത് ഈ ബാർട്ടൺ ഹിൽ എന്ന് പറയുന്ന നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പാർട്ടി പ്രവർത്തകരെല്ലാം തന്നെ കൃത്യമായി പിരിഞ്ഞു പോകണമെന്ന് നിർദ്ദേശം കൊടുത്തതിന് പിന്നാലെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രവർത്തകർ അത് കൃത്യമായി അനുസരിച്ചുകൊണ്ട് ഇപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. ഇവർ ഇവിടുന്ന് പിരിഞ്ഞപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ കാത്തിരുന്നതിന് ശേഷം നാളെ രാവിലെ വീണ്ടും ഒരുപക്ഷെ വീട്ടിലേക്ക് ദർബാർ ഹാളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പല ആളുകളും ഈ പൊതുദർശനം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ എത്തി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരിൽ പലർക്കുമൊക്കെ കാണാൻ കഴിഞ്ഞു. പക്ഷെ കാണാൻ കഴിയാതെ പോയ നിരവധി ആളുകളുണ്ട്. ഇവിടെ ആദ്യഘട്ടത്തിൽ ഒരു ക്യൂ അറേഞ്ച് ചെയ്തിരുന്നെങ്കിലും ഒരുപക്ഷെ അവർക്കും കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് പാർട്ടിയുടെ ഭാഗത്ത് തന്നെ നേരിട്ട് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു അറിയിപ്പ് വന്നിരിക്കുകയും ചെയ്യുന്നത്. അതായത് വീട്ടിൽ നേരത്തെ എത്തിയ ഏറ്റവും അടുത്ത ബന്ധുക്കൾ വളരെ നേരത്തെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഉണ്ട്, അയൽവാസികളായ ആളുകളുണ്ട്. മാത്രവുമല്ല ഇവിടെ CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി എത്തിയിട്ടുണ്ടായിരുന്നു. MA ബേബി ഉൾപ്പെടെയുള്ളവർ വീടിനകത്തുണ്ട്. പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ, മന്ത്രിമാർ ഉൾപ്പെടെവർ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ VS-ന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനത്തിൽ ഒപ്പമുണ്ടായിരുന്നത് MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കളും CPM കൊല്ലം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ വീട്ടിലേക്ക് പോയത്. റെഡ് വോളണ്ടിയേഴ്സ് ആ മൃതദേഹവുമായി വഹിച്ചുകൊണ്ടുള്ള ആ വീടിനുള്ളിലേക്ക് കയറി. അതിന് പിന്നാലെ ഏറ്റവും അടുത്ത ആളുകൾക്ക് ആ മൃതദേഹം കാണാനൊരു അവസരം കൊടുക്കുകയും ആ ഗേറ്റ് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നാളെ രാവിലെ ദർബാർ ഹാളിലെത്തി അവർക്കെല്ലാം തന്നെ അവസാനമായി VS-നെ ഒരു നോക്ക് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള ഒരു ക്രമീകരണവുമാണ് നിലവിൽ ഒരുക്കിയിട്ടുള്ളത്. അവിടെ നാളെ ദർബാർ ഹാളിൽ എത്ര മണി വരെയാണ് പൊതുദർശനം? അതിന് പിന്നാലെ വിലാപയാത്രയായി എപ്പോഴാണ് ആലപ്പുഴയിലേക്ക് തിരിക്കുക? 9 മണിയോടുകൂടെ ആയിരിക്കും ദർബാർ ഹാളിൽ ഈ പൊതുദർശനം ആരംഭിക്കുക എന്ന് പറയുന്നു. 2 മണി വരെ എന്നുള്ളതാണ് നിലവിൽ പറയുന്ന ഒരു സമയം. ഒരുപക്ഷെ ആ സമയക്രമങ്ങളെല്ലാം മാറി മറിഞ്ഞേക്കാം. കാര്യം ആളുകളുടെ എല്ലാം കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട്, പാർട്ടിയുടെ പോലും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു വ്യക്തിയായിരുന്നു VS അച്യുതാനന്ദൻ. അപ്പോൾ ആ VS അച്യുതാനന്ദന് പലതരത്തിൽ സ്നേഹമുള്ള ആളുകൾ, VS-നെ സ്നേഹിച്ച ആളുകൾ, VS സ്നേഹിച്ച ആളുകൾ, അങ്ങനെ 100 കണക്കിന് ആളുകളാണ് ഒരുപക്ഷെ നാളെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് AKG ഗവേഷണ കേന്ദ്രത്തിൽ എത്തിയതിൽ കൂടുതലും തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളാണ് എന്നുള്ളതാണ്. പക്ഷേ നാളെ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കില്ല. നേരത്തെ നമ്മളോടൊക്കെ സംസാരിച്ച ആളുകൾ പറഞ്ഞതുപോലെ തന്നെ പല ആളുകളും ട്രെയിനിലും ഒക്കെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി. അവരെല്ലാം നാളെ ദർബാർ ഹാളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ 2 മണി എന്ന് പറയുന്ന സമയം ഒരുപക്ഷെ മാറും. മാത്രമല്ല അവസാനത്തെ എത്തുന്ന ആളിനെ പോലും VS-നെ കാണാനുള്ള ഒരു അവസരം ഒരുക്കിയതിനു ശേഷം മാത്രമായിരിക്കും വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് വൈകുന്നേരത്തെ ഒരു 4 മണിയോട് കൂടെ ആരംഭിക്കാൻ കഴിയും. ദർബാർ ഹാളിൽ നിന്ന് മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയ്ക്ക് പുറപ്പെടാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതിന്റെ ഒരു യാത്ര എന്ന് പറയുന്നത് ദർബാർ ഹാളിൽ നിന്നും ആരംഭിച്ച് പാളയം, ഒപ്പം തന്നെ പാളയം ഉള്ളൂർ വഴി അത് ശ്രീകാര്യം കഴക്കൂട്ടം വഴി കടമ്പാട്ടുകോണം, പിന്നെ കൊല്ലം ജില്ലയിലേക്ക് പ്രവേശിച്ച് പാരിപ്പള്ളി, ചാത്തന്നൂർ, കൊട്ടിയം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൊല്ലം നഗരത്തിൽ ആണെങ്കിൽ ചിന്നക്കടയിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാർട്ടി അതിന് കൃത്യമായ നിർദ്ദേശം നൽകിയുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ ഏരിയ കമ്മിറ്റികൾക്കും എത്തേണ്ടുന്ന സ്ഥലം കൃത്യമായി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം എല്ലാ ആളുകളും ഇവിടെ ഒരു സ്ഥലത്തേക്ക് എത്തിയാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വാഹനങ്ങൾ ഒന്ന് നിർത്തി ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഒരുക്കും. വളരെ സാവധാനമായിരിക്കും പോവുക. പിന്നെ 66-ൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ വാഹനം വളരെ പതിയായിരിക്കും പോവുക. കാണേണ്ടുന്ന ആളുകൾക്കെല്ലാം തന്നെ പാർട്ടി കൃത്യമായ നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലങ്ങളിൽ തന്നെ എത്തിക്കാണണം എന്നുള്ളൊരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ലിജോ, അവിടെ വീട്ടിലുണ്ടായിരുന്ന അല്ലെങ്കിൽ വീട്ടിലെത്തിയ പ്രധാന നേതാക്കളെല്ലാവരും തന്നെ VS-നെ കണ്ട ശേഷം മടങ്ങുകയാണെന്ന് തോന്നുന്നു.